ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ചേച്ചി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിന്റെ പുതിയ വിശേഷം നാളെ എന്താണെന്ന് അറിഞ്ഞാലോ? അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ ആ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് ഇല്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. പിന്നെ പുതുതായിട്ട് കുറച്ച് പേരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, എന്നാലേ നമ്മൾ ഇടുന്ന സീരിയലിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിലെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിന്റെ ബാലേന്ദ്രന്റെ ഒക്കെ പുതിയ പുതിയ വിശേഷങ്ങളാണ്. അപ്പൊ നാളെ ഫസ്റ്റ് ടൈം തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പോയി ആ പ്രിൻസിപ്പൾ അച്ഛനോട് താന്ന് എത്രത്തോളം താഴാൻ പറ്റുമോ അത്രയും താഴ്ന്ന് ആ കാൽക്കൽ വീഴുന്ന പോലെ നിന്ന് കേണ് അപേക്ഷിച്ചിട്ട് പോലും ഒരു മനസ്സലിവ് തന്നില്ല. കാരണം തന്റെ അനുജൻ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് 100% ഉറപ്പ് അലീനയ്ക്ക് ഉള്ളത് കൊണ്ടാണ് അലീന അങ്ങനെ പോയി ചെയ്തത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ പോലും അവര് കൂട്ടായില്ല. അത് അലീനയെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരു ഇതാക്കി. അപ്പൊ നമ്മുടെ ബബിത അലീനേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല അലീന ചേച്ചി, മറ്റൊരു വഴി എന്തെങ്കിലും നമുക്ക് തെളിഞ്ഞു വരും. അലീന ചേച്ചി ടെൻഷൻ ആവണ്ട. അങ്ങനെ അല്ലടി മോളെ, കാരണം വെച്ചാൽ അവന്റെ എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ ഇയർ അല്ലേ ഇത്. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വർഷം അവൻ പോയതിന് ഒരർത്ഥവും ഇല്ലാണ്ടായി പോയില്ലേ മോളെ. എന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പൊ കൃഷ്ണമോക്കും വലിയ പ്രയാസമായിരുന്നു. കാരണം അലീന അത്രയും റിസ്ക് എടുത്തിട്ട് ബാലേന്ദ്രൻ പോകണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടു കൂടി അലീന അത്രയും റിസ്ക് എടുത്ത് പോയിട്ട് അതിനൊരു ഫലം ഉണ്ടായില്ല എന്നറിഞ്ഞതിന്റെ മാനസിക വിഷമമായിരുന്നു. രോഹിത്തിനും അതുപോലെ തന്നെ. കാരണം തനിക്ക് വേണ്ടിയിട്ട് അലീന ചേച്ചി ഇത്രയും ചെന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് തനിക്ക് വേണ്ടിയിട്ട് പോയി ഇത്രയും പറഞ്ഞിട്ട് കൂടി ഒരു മനസ്സലിവ് അവർക്ക് ആർക്കും ഉണ്ടായില്ലല്ലോ. ഇതെല്ലാം താൻ കാരണമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഇത്രയും താഴേണ്ടി വന്നത് താൻ ഒരാള് കാരണമാണ് എന്നൊക്കെയുള്ള സങ്കടമാണ് രോഹിത്തിന്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി അലീനെ വിളിക്കുകയാണ്. അപ്പൊ അവിടത്തെ വിശേഷവും ഇവിടത്തെ വിശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലീന പറഞ്ഞു ഇങ്ങനെ, മോളെ രോഹിത്തിന്റെ കേസിന് വേണ്ടിയിട്ട് ഞാനും അവനും കോളേജിൽ പോയി. അച്ഛൻ നേരത്തെ പോയി സംസാരിച്ചായിരുന്നു. അപ്പോഴൊന്നും അയാൾ അടുക്കുന്നുണ്ടായിരുന്നില്ല പ്രിൻസിപ്പൾ അച്ഛൻ. അങ്ങനെ ഞാൻ അവനെയും കൊണ്ടുപോയി ഒരു അപേക്ഷയൊക്കെ എഴുതി കൊടുത്തു. ഇങ്ങനെ റിക്വസ്റ്റ് പോലെ എഴുതി കൊടുത്തു. താന്ന് തന്നെ പറഞ്ഞിട്ടും ഒരു ഇതും ഉണ്ടായില്ല. അപ്പോ നമ്മുടെ രേവതി കുട്ടിക്ക് പിന്നെ രോഹിത്തിന്റെ കാര്യം പറയുമ്പം അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ രേവതി കുട്ടിക്ക് എന്ന് വെച്ചാൽ അത്ര ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളത് കൊണ്ട് അത്ര വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ രേവതി കുട്ടി പറഞ്ഞു, അതിനു വേണ്ടി അലീന ചേച്ചി എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ചേച്ചി അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരുപാട്, അവിടെ തെന്തനപുരക്കൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരുപാട് റിസ്ക്കും ടെൻഷനും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്ര നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി പറയണം. അപ്പൊ അലീന പറഞ്ഞു, എടി മോളെ നീ എന്താ ഈ പറയുന്നേ? രോഹിത് എന്റെ അനുജനല്ലേ, എനിക്ക് അങ്ങനെ അവനെ കളയാൻ പറ്റുമോ? അവന്റെ ഭാവി ഒരു ആൺകുട്ടിയല്ലേ മോളെ. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അവിടെ പോയത് എന്നൊക്കെ അലീന ഇങ്ങനെ വിഷമത്തോടെ രേവതി കുട്ടിയുടെ അടുത്ത് പറയുന്നു കേട്ടോ. അതിനുശേഷം അവര് ഫോണൊക്കെ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടി നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയ്ക്കും നല്ല ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കേണ്ട കേട്ടോ. വൈകിട്ടായി, രാത്രിയായി. അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചായയൊക്കെ അവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു വണ്ടിയുടെ ഹോണ് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമച്ചൻ ആദ്യം ചെന്ന് നോക്കണം. അപ്പൊ നമ്മുടെ തോമസ് കുട്ടി ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു വണ്ടി കയറി വരണം. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസ് അമ്മയും മേളിലത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കേണ്. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് നമ്മുടെ ടോണി ഇറങ്ങി പുറത്തോട്ട് വരെയാണ്. നമ്മുടെ ഷെറിന്റെ ഹസ്ബൻഡ് ടോണി. എന്നിട്ട് ടോണി രണ്ടുപേരും ഉണ്ടല്ലോ. പക്ഷെ ടോണിയുടെ ടോക്ക് തുടങ്ങിയപ്പോ തന്നെ അത്ര നല്ല കണ്ടീഷൻ അല്ല എന്ന് നമ്മുടെ ഗ്രേസ് അമ്മയ്ക്കും മാമച്ചനും തോന്നി. കാരണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മഴയും. കാരണം മഴയത്ത് ഇറങ്ങി നിന്നിട്ട് ആ വണ്ടിയുടെ അടുത്ത് നിന്നാണ് ടോണി അവരോട് സംസാരിക്കുന്നത്. അതെ മുതലാളി, എനിക്ക് 2 വർത്തമാനം നിങ്ങളോട് പറയണം. ഈ രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പം മാമച്ചൻ പറയും, ടോണി എന്താ ഇങ്ങനെ, ബാ അകത്തോട്ട് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ ടോണി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ടോണി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അകത്തൊന്നും വരുന്നില്ല. ടോണി അകത്ത് വന്ന് നമ്മുടെ ഗ്രേസ് അമ്മയും വിളിക്കണം. അപ്പം പറഞ്ഞു, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടിയും വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ടോണി പറഞ്ഞു, അതെ ഞാൻ അറിഞ്ഞ ഒരു സത്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഇവരിങ്ങനെ എല്ലാരും 3 പേരും കൂടെ ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കണം, എന്താ ഈ ടോണി പറയുന്നതെന്ന് അറിയാൻ വേണ്ടി.
അപ്പോഴാണ് ടോണി പറയുന്നത്, അതെ, നിങ്ങളുടെ മകനും എന്റെ ഭാര്യ ഷെറിനും ഉണ്ടായ ഒരു കുഞ്ഞ് ജീവനോടെ ഒരു സ്ഥലത്തുണ്ട്, ആ സത്യവും അതെവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി എന്ന് പറയും. ഇത് കേൾക്കണത് നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും അങ്ങോട്ട് ഞെട്ടേണ്. എന്തൊക്കെ ടോണി നീ ഈ പറയണേ? അതേ മുതലാളി, നിങ്ങളുടെ മകന്, അതായത് എന്റെ ഭാര്യ, എന്നെ ചതിച്ച എന്റെ ഭാര്യ, ഏ അവക്കും നിങ്ങളുടെ മകനും ഉണ്ടായ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയണ്. അപ്പൊ എവിടെയാ? അങ്ങനെ ഞാൻ പറയോ? എന്റെ നാവിന്റെ തുമ്പത്തിരുന്നാലും ഞാൻ അത് നിങ്ങളോട് പറയില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി കുഞ്ഞുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ആ സത്യം നിങ്ങളോട് പറയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനും വല്ലാണ്ടായിപ്പോയി. അപ്പോഴേക്കും രേവതി കുട്ടിയും ആകെ പെട്ടെന്നൊരു ഷോക്കായി പോവാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്തിയെന്നൊക്കെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്നെ ചതിച്ചു എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഗ്രേസമ്മ കരഞ്ഞുകൊണ്ട് പറയും, എന്താ ടോണി പറയണത്? എന്റെ മകൻ എങ്ങനെയാണ്? അവൻ ജീവനോടെ പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ചതിച്ചത്? അതെ, നിങ്ങളുടെ മകൻ ജീവനോടെ ഇല്ല, പക്ഷെ ജീവനുള്ള സമയത്ത് ഞാൻ കല്യാണം കഴിച്ച ഷെറിൻ എന്ന് പറയുന്ന എന്റെ ഭാര്യയ്ക്ക് അവൻ ഒരു സമ്മാനം കൊടുത്തിട്ടാ പോയത്. ആ സമ്മാനം ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കണേന്നൊക്കെ ടോണി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ടോണി ചേട്ടാ അവിടെ നിന്ന് സംസാരിക്കണ്ട, ടോണി ചേട്ടൻ അകത്തേക്ക് വാ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ടോണി ചേട്ടാ എന്തിനാ മഴ കൊള്ളുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഞാൻ പോവാ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം നിങ്ങളടുത്ത് വന്നതാണെന്ന് ഇങ്ങനെ ടോണി പറഞ്ഞിട്ട് ടോണി ആടി ആടി ആ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് ഗ്രേസമ്മയ്ക്കും രേവതി കുട്ടിക്കും മാമച്ചനൊക്കെ ഭയങ്കര ഒരു, ഒന്നാമത് ഇത് അറിഞ്ഞ ഷോക്ക്, പിന്നെ ടോണി ഈ മദ്യപിച്ച് ഇത്രയും ഇതായിട്ട് വണ്ടി ഓടിക്കണതിന്റെ ടെൻഷൻ വേറെ, അവർക്ക് ആകെ വിഷമം. അപ്പോഴേക്കും അവരെല്ലാരും ഒരു നിമിഷം ഇങ്ങനെ മൂകായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയം നമ്മുടെ രേവതി കുട്ടി പറഞ്ഞു, ആന്റി അങ്കിളും വിഷമിക്കണ്ട, എനിക്ക് ഉറപ്പുണ്ട് ടോണി ചേട്ടൻ നമ്മളടുത്ത് ആ സത്യം വെളിപ്പെടുത്തും, ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചില്ലേ നമ്മള്, ഇപ്പൊ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന സത്യവും കണ്ടുപിടിച്ചു, അത് ഉറപ്പായി നമ്മൾ അത് അറിഞ്ഞിരിക്കും. ആന്റി ഒരിക്കലും വിഷമിക്കണ്ട, അതുപോലെ തന്നെ മാമച്ചൻ അങ്കിളും വിഷമിക്കണ്ട എന്നും പറഞ്ഞ് രേവതിക്കുട്ടി പറയണം. അപ്പൊ മാമച്ചൻ പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടോടി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അങ്കിളെ, എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കും നമ്മുടെ ജിജു ചേട്ടന്റെയും ഷെറിൻ ചേച്ചിയുടെയും കുട്ടി എവിടെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമെന്ന് തന്നെ ഉറപ്പ് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നെടുമ്പുരക്കൽ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ബബിത ചായയൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ടേബിളിൽ കൊണ്ടുവച്ച് നമ്മുടെ വൈദ്യയെ വിളിക്കുന്നുണ്ട്, രോഹിത്തിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അലീന റൂമിൽ തന്നെയാണ്. അലീനയ്ക്ക് ആകെ ഒരു വിഷമമൊക്കെ ആയിട്ട് അലീന പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി കൃഷ്ണമോളും ബബിതയും രോഹിത്തും എല്ലാരും കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ വൈദ്യയും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വൈദ്യ നോക്കിയപ്പോഴത്തേക്ക് രോഹിത്തിന്റെ മുഖത്തിന് ഒരു വല്ലായ്മ. എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണം, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ കൃഷ്ണമോള് പറയും, അത് വേറൊന്നും അല്ല അമ്മ, ഇന്നലെ അലീന ചേച്ചിയും രോഹിതേട്ടനും കൂടെ കോളേജിൽ പ്രിൻസിപ്പൽ അച്ഛനെ പോയി കണ്ട് സംസാരിച്ചിട്ട് അവിടെ കാര്യങ്ങളൊന്നും ശരിയായില്ല. അപ്പോഴേക്ക് നമ്മുടെ വൈജയന്തി പുച്ഛത്തോടു കൂടി, എടാ നാണം കെട്ടവനെ, നീ അല്ലാണ്ട് ആരെങ്കിലും അടുക്കള വേല ചെയ്യണ അവളെ കൂടെ നീ പോവോ? നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ പോയിട്ട് ശരിയായിട്ടില്ല, പിന്നെയാണ് ഒരു വീട്ടിൽ പണിക്ക് നിൽക്കണ വേലക്കാരിയായിട്ട് പോവാൻ. നിന്നെയൊക്കെ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ കുറെ അങ്ങോട്ട് പറയണം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മയ്ക്ക് എന്തിന്റെ കേടാ? അലീന ചേച്ചി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് രോഹിതേട്ടന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് കൂടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവര് തയ്യാറായിട്ടില്ല. എന്നാ പിന്നെ അമ്മ പോകാത്ത എന്താ എന്നിങ്ങനെ ബബിത ചോദിക്കുകയാണ്. അമ്മ ഹോസ്പിറ്റൽ കാര്യങ്ങൾ എന്തെങ്കിലും രോഹിതേട്ടന് പനിയായിട്ട് ഇവിടെ കിടന്നു, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സിക്കണോ, എന്തെങ്കിലും കാര്യം അമ്മ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത കുറെ കുറ്റപ്പെടുത്തുകയാണ്. ജയിലിൽ കിടന്ന സമയത്ത് ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി എന്തെങ്കിലും അമ്മ ചെയ്തോ എന്ന് ചോദിച്ചു. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറായോടി എന്ന് ചോദിച്ചുകൊണ്ട് ബബിതേരെ നേരെ തിരിയാണ്. അതെ, അവള് നിനക്കൊക്കെ പുണ്യാളത്തിയായിരിക്കും, എനിക്ക് ആരുമല്ല, വെറും ഒരു അടുക്കള വേലക്കാരി പിശാജ്, എനിക്ക് കണ്ണിന് പിടിക്കില്ല. എന്നാ ഒരുമ്പെട്ടവൾ എന്റെ ഈ കുടുംബത്ത് കാല് കുത്തിയോ, എനിക്ക് എന്റെ കുടുംബവും മക്കളും എല്ലാം നഷ്ടമായെന്നും പറഞ്ഞുകൊണ്ട് പറയണേ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, അതെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ പറയുന്ന അമ്മയുടെ മകൻ രോഹിത്ത് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കാരണം പോലും അലീന ചേച്ചിയാണ്. കാരണം ശരണ്യ എന്ന് പറയുന്ന, അപ്പൊ ഉടൻ തന്നെ നമ്മുടെ വൈദ്യ പറഞ്ഞു, എന്റെ മകൻ നിരപരാധി ആയതുകൊണ്ട് ഇറങ്ങിയത്, അല്ലാണ്ട് ഒരുത്തികളുടെയും ഔദാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? അമ്മ ഹോസ്പിറ്റലിലായിട്ട് കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല.
ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി കോടതിയിൽ വന്ന് മൊഴി പറഞ്ഞത് കൊണ്ടാണ് രോഹിത് ഏട്ടൻ ഇന്നിപ്പോ ഇറങ്ങിയത്. അത് പറയാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചതും മീൻസ് അങ്ങനെയല്ല, ആത്മധൈര്യം കൊടുത്തത് അലീന ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് വൈജയന്തി വിട്ടുകൊടുക്കില്ല. വൈജയന്തി പറയണ ഇപ്പൊ എന്തായാലും പോയത് കൊണ്ട് അവനെ കോളേജിൽ തിരിച്ചെടുത്തേന്നുമില്ലല്ലോ. എടുത്തോ? ഇല്ലല്ലോ. അവർക്കറിയാം. കാരണം അപ്പം നമ്മുടെ ബബി പറഞ്ഞു, എന്നാ പിന്നെ അമ്മ ഒന്ന് കോളേജിൽ പോവാത്തന്നാന്ന് ചോദിച്ചാൽ രോഹിതേട്ടന്റെ ആവശ്യത്തിന്. പോകേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, പോയതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും മക്കളും കൂടെ പ്രശ്നമായപ്പോൾ നമ്മുടെ രോഹിത് പറഞ്ഞു, ഒന്ന് നിർത്താവോ, ഞാൻ എഴുന്നേറ്റ് പോവാ, എനിക്ക് വേണ്ടി ഇവിടെ ആരും വഴക്കിടണ്ട എന്ന് പറഞ്ഞ് രോഹിത് മേളിൽ കയറി പോയിട്ടോ. കാരണം രോഹിത്തിന് ആകെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി. തനിക്ക് വേണ്ടി അലീന ചേച്ചി ഇത്രയും റെക്കമെൻഡ് ചെയ്തിട്ട് കൂടി ഒരു ബലം ഇല്ലാണ്ട് പോയി. എന്നിട്ട് അലീന ചേച്ചിനെ പിന്നെയും കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി നമ്മുടെ രോഹിത്തിന്. അങ്ങനെ രോഹിത് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ റൂമിൽ പോവാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും വഴക്കടിക്കണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് രോഹിത് പോണത്. രോഹിത്തിന്റെ മനസ്സിൽ അപ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ, തനിക്ക് വേണ്ടിയിട്ട് താൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് അലീന ചേച്ചി കോളേജിൽ വന്ന് അത്രയും പറഞ്ഞിട്ട് കൂടി ഒരു ഇതും ഉണ്ടായില്ലല്ലോ. അതിന്റെ ഇടയിൽ വൈജയന്തിയുടെ കുത്തുവാക്കും കളിയാക്കലും എല്ലാം കൂടെ ആയിട്ട് രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്നേ ദിവസം കിടന്നുറങ്ങിയിട്ട് രോഹിത്തിന് ഒരു മനസ്സിനൊരു സുഖമില്ലായിരുന്നു. അതുപോലെ തന്നെ അലീനയ്ക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം വെച്ചാൽ അവന്റെ ഭാവി എന്താകും, ഇനിയിപ്പോ എന്താ ചെയ്യണം, ഇത്രയും വർഷം വെറുതെ ആയി പോയില്ലേ എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു. ഇതേ സമയം നമ്മളെ പ്രിൻസിപ്പൾ അച്ഛനും കിടന്നിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി സാധാരണ ഒരു പെൺകുട്ടിയല്ല. കാരണം അലീനയെ കുറിച്ച് അയാൾ ഓർക്കണം പ്രിൻസിപ്പൾ അച്ഛൻ. കാരണം ആ കുട്ടി പറഞ്ഞ ഓരോ വാക്കുകളും ആ അച്ഛന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരെയാണ്. സത്യമായിട്ടുള്ള ഓരോ വചനങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഒരു പക്ഷെ ഇനി താൻ കാരണം ഒരു പയ്യന്റെ ഭാവി ഇല്ലാണ്ടായി പോവോ, ഇനി അവൻ നിരപരാധിയാണോ എന്നൊക്കെയുള്ള തോന്നല് അച്ഛൻ വരെയാണ്. അങ്ങനെ അച്ഛൻ പിറ്റേന്ന് തന്നെ ബാക്കി ബോർഡ് മീറ്റിംഗ് അവരുടെ അധ്യാപകരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാലചന്ദ്രൻ ഒരു പത്രം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രന്റെ മൊബൈലിലോട്ട് ഒരു കോള് വരെയാണ്. അങ്ങനെ ആ കോള് വന്ന് ബാലചന്ദ്രൻ അറ്റൻഡ് ചെയ്തപ്പോൾ, ഞാൻ നിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ അച്ഛനാണ്, ബാലചന്ദ്രൻ അല്ലേ എന്ന് ചോദിക്കണം. അതെ ബാലചന്ദ്രനാണ്. രോഹിത്തിന്റെ അച്ഛനല്ലേ? അതെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മകനും ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് വേണ്ടിയിട്ട് കുറെ കുട്ടി സംസാരിച്ചായിരുന്നു. അങ്ങനെ എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടിയോടും അതുപോലെ രോഹിത്തിന്റെ അടുത്തും കോളേജിലോട്ട് ഒന്ന് വരാനായിട്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത്. ഇത് കേട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവാണ്. കാരണം അലീന പോയി ആ സംസാരിച്ചതിന്റെ ഒറ്റ പേരിലാണ് രോഹിത്തിന് തന്റെ മകന് വീണ്ടും തിരിച്ച് പഠനം തുടരാൻ പറ്റുന്നത്. അങ്ങനെ ഈ സന്തോഷം ബാലേന്ദ്രൻ ചെന്ന് ഓടി നമ്മുടെ അലീനയുടെ അടുത്തും രോഹിത്തിന്റെ അടുത്തൊക്കെ പറയാണ്. അലീനയ്ക്ക് ഇത് കേട്ടവിടെ, കാരണം ഇന്നലെ ഉറങ്ങിയിട്ട് കൂടിയില്ലായിരുന്നു അലീന. അങ്ങനെ അലീന ഭയങ്കര സന്തോഷം കൊണ്ട് രോഹിത്തിന്റെ അടുത്ത് ചെയ്ത്, അങ്ങനെ രോഹിത്തിനും ഭയങ്കര ഹാപ്പി ആവണു, ബബിതയ്ക്കും ഒക്കെ ആവണം. അങ്ങനെ കൃഷ്ണമോളും ബബിതയും ചെന്ന് നേരെ വൈജയന്തിയുടെ അടുത്ത് പറയണ, അമ്മ ഇന്നലെ കുറെ കളിയാക്കിയില്ലേ, ദേ അലീന ചേച്ചി പോയി പറഞ്ഞതുകൊണ്ട് രോഹിത് ഏട്ടനെ തിരിച്ച് കോളേജിലേക്ക് എടുക്കാൻ പോണു. വൈജയന്തിക്ക് അടി കിട്ടണക്കായി പോയില്ലേ. ഇന്നലെ ഇത്രയും പറഞ്ഞ അലീന വേലക്കാരിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാക്കി ആ അലീന കാരണം തന്റെ മകന് വീണ്ടും തുടർ വിദ്യാഭ്യാസത്തിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. വൈജയന്തിക്ക് ആകെ ഇതായി. എന്താന്ന് വെച്ചാൽ വൈജയന്തി പറഞ്ഞ ആ ഒരു ഇതൊക്കെ അങ്ങ് ആകെ ഇതായി പോയില്ലേ. അലീനയ്ക്ക് വീണ്ടും ഒന്നും കൂടെ ഒരു പടി മുന്നേറ്റം കൂടെ കിട്ടുകയാണ്. അങ്ങനെ ബാലേന്ദ്രന്റെ അടുത്ത് പറഞ്ഞിട്ട് അലീന അപ്പൊ തന്നെ റെഡി, നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് കോളേജിലേക്ക് പോകുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് അലീനയും രോഹിത്തും നേരെ പ്രിൻസിപ്പൾ അച്ഛനെ കാണാൻ. അപ്പൊ പ്രിൻസിപ്പൾ അച്ഛൻ പറഞ്ഞു, ഇന്നലെ അലീനയുടെ അടുത്ത് പറഞ്ഞു, താൻ വന്ന് ഇവിടെ സംസാരിച്ച കാര്യങ്ങള് എനിക്കൊരു മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനി ഞാൻ കാരണം ഇവൻ ഒരു പക്ഷേ തെറ്റ് ചെയ്യാത്തവനാണെന്ന് കോടതി വിധിക്കുന്ന അവസരത്തില് അവന്റെ അത്രയും വർഷവും അവന്റെ വിദ്യാഭ്യാസവും നഷ്ടപ്പെട്ട് പോകുമല്ലോ. അത് കരുതി ഞങ്ങളൊരു ബോർഡ് മീറ്റിംഗ് എടുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, അതിൻ്റെതായ ചിട്ടാവട്ടങ്ങളോട് കൂടി തന്നെ പഠിക്കണം. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് വേണം നീ ഇവിടെ പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിന് കുറെ ഉപദേശം കൊടുക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ അതൊന്നും കൊണ്ട് ബോധേഡ് ആവണ്ട, രോഹിത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഇനി ഉണ്ടായില്ല. അങ്ങനെ അഥവാ അവന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാകണമെങ്കിൽ നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടോളൂ, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഇനി ആരും വീട്ടിൽ നിന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ തുടർന്ന് എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് രോഹിത്ത് അവിടെ
അവിടെ കയറുകയാണ്. അങ്ങനെ നല്ല ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് നാളെ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിന്റെ നാളെ അടിപൊളി വമ്പൻ ട്വിസ്റ്റ് സീനൊക്കെയാണ് വരുന്നത്. എല്ലാവരും കാണുക. അതോടൊപ്പം നമ്മുടെ പ്രമോയും കൂടെ ഒന്ന് കേട്ട് ഒന്ന് വെക്കുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പൊ ഒന്ന് ലൈക്ക് അടിക്കുക, അതോടൊപ്പം ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. സ്കിപ്പ് അടിക്കാണ്ട് കംപ്ലീറ്റ് കാണണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.